നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ശൂന്യമാക്കുന്ന അദൃശ്യനായ ഒരു കള്ളനെ കുറിച്ചാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ചിലർ പറയും ഞാൻ നന്നായി അധ്വാനിക്കുന്നുണ്ട്, പ്രൊഫഷണലാണ്, പക്ഷേ സാമ്പത്തികമായ സമൃദ്ധി വരുന്നില്ല. പക്ഷേ ഇവരിൽ പലർക്കുമുള്ള മോശമായ ഒരു സ്വഭാവം അവരൊരിക്കലും പറയില്ല, അംഗീകരിക്കുകയില്ല. ക്രോധോ വൈവസ്വതോ രാജ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ചാണക്യൻ പറഞ്ഞതാണ്. ക്രോധം സാക്ഷാൽ യമരാജനാണെന്നർത്ഥം. എന്നാൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ യമരാജൻ സൃഷ്ടിക്കുന്ന വ്യത്യസ്തമായ ഒരു പ്രശ്നത്തെക്കുറിച്ചാണ്. ദേഷ്യം എല്ലാവർക്കും ഉണ്ടാവും, പക്ഷെ വേറെ വ്യത്യസ്തമായ രീതിയിൽ ഈ ദേഷ്യം അല്ലെങ്കിൽ ക്രോധം എങ്ങനെയാണ് നമുക്കൊരു പ്രശ്നമായി തീരുന്നത് എന്നതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ഈ യമന് പലർക്കും അറിയാത്ത ക്രൂരമായ ഒരു മുഖമുണ്ട്. ക്രോധം എങ്ങനെ നിങ്ങളുടെ സാമ്പത്തിക ഭാവി നശിപ്പിക്കുന്നു എന്നതിനെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും സ്വയം വിമർശനത്തിന് തയ്യാറായിട്ടുണ്ടോ? അതെ, ക്രോധം കേവലം വൈകാരികമായ ഒരു പ്രശ്നമേ അല്ല, അത് നിങ്ങളുടെ സാമ്പത്തിക സുരക്ഷയെ തകർക്കുന്ന സാമ്പത്തിക രോഗം കൂടിയാണെന്ന് ഞാൻ പറയും. ആദ്യം നമുക്ക് നമ്മുടെ ജോലി സ്ഥലത്തേക്ക് പോകാം. സങ്കല്പിച്ചു നോക്കൂ, ഒരു പ്രധാനപ്പെട്ട മീറ്റിങ്ങിൽ നിങ്ങളുടെ സഹപ്രവർത്തകൻ തെറ്റായ ഒരു വിവരം നൽകി. നിങ്ങൾ പൊട്ടിത്തെറിച്ചു, ബോസിൻ്റെ മുന്നിൽ വെച്ച് വാദിച്ചു. എന്താണ് ഫലം? ആ ഫലം എന്തോ ആവട്ടെ, അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ നടത്തിയ പഠനം പറയുന്നത് ജോലി സ്ഥലത്ത് പതിവായി ക്രോധം പ്രകടിപ്പിക്കുന്നവർക്ക് പ്രമോഷൻ ലഭിക്കാനുള്ള സാധ്യത 40% കുറവാണെന്നാണ്. അപ്പോൾ അതിൻ്റെ ഫലം എന്തായിരിക്കും എന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇന്ത്യൻ കോർപ്പറേറ്റ് മേഖലയിൽ നടത്തിയ സർവേ കാണിക്കുന്നത് ക്രോധം അഥവാ ദേഷ്യം കാരണം 60% പേർക്ക് കരിയർ പുരോഗതി തടസ്സപ്പെട്ടിട്ടുണ്ട് എന്നാണ്. ഒരു നിമിഷത്തെ ക്രോധം ലക്ഷക്കണക്കിന് രൂപയുടെ വേതന വർധനവ് നഷ്ടപ്പെടുത്തുന്നു എന്നത് ചിന്തിക്കാൻ പലർക്കും കഴിയുന്നു പോലുമില്ല. അത് പ്രൊഫഷൻ സാധ്യത തന്നെ ഇല്ലാതാക്കുന്നു, ചിലപ്പോൾ ജോലി തന്നെ നഷ്ടപ്പെടാനും കാരണമാകുന്നു. ഓർത്തു നോക്കൂ, നിങ്ങളുടെ വൈദഗ്ധ്യം മാത്രമല്ല നിങ്ങളുടെ ശമ്പളം നിർണ്ണയിക്കുന്നത്, നിങ്ങളുടെ വൈകാരിക സ്ഥിരതയും കൂടിയാണ്. ബിസിനസ്സുകാർക്ക് ഇത് കൂടുതൽ വിനാശകരമായ ഒരു സംഗതിയാണ് ഈ ദേഷ്യം എന്ന് പറയുന്നത്. എനിക്കറിയാവുന്ന ഒരു വ്യവസായി ഉണ്ടായിരുന്നു. മികച്ച ഉൽപ്പന്നമാണ്, നല്ല മാർക്കറ്റ്, എന്നാൽ പെട്ടെന്ന് കോപിക്കുന്ന ഒരു സ്വഭാവക്കാരൻ. ഒരു ദിവസം ഒരു പ്രധാന ക്ലയൻറ്റുമായി ചെറിയ തർക്കത്തിൽ അദ്ദേഹം പൊട്ടിത്തെറിച്ചു. ക്ലയൻറ്റ് പോയി, മാത്രമല്ല 20 ലക്ഷം രൂപയുടെ ഡീല് പൊളിഞ്ഞു. പതുക്കെ ഈ സ്വഭാവം മറ്റ് ക്ലയൻറ്റുകൾക്കും താങ്ങാനാവാതായി. അവരും ആ വ്യക്തിയിൽ നിന്ന് അകന്നുപോയി. ഒരു വർഷത്തിനുള്ളിൽ ബിസിനസ് തകർന്നു. എത്ര പേരുടെ ജോലിയാണ് ക്രോധമെന്ന യമൻ ചുട്ടരിച്ചത് എന്നൊന്ന് ഓർത്തു നോക്കൂ. ഹാർവാർഡ് ബിസിനസ് റിവ്യൂവിൻ്റെ പഠനം പറയുന്നത് ക്രോധം കാരണം ബിസിനസ്സുകൾക്ക് ശരാശരി 15 മുതൽ 20% റവന്യൂ നഷ്ടമാകുന്നു എന്നാണ്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, ക്ലയൻറ്റുകൾ നിങ്ങളുടെ ഉൽപ്പന്നം മാത്രമല്ല വാങ്ങുന്നത്, നിങ്ങളുടെ പെരുമാറ്റവും കൂടിയാണ്. ക്രോധിക്കുന്ന ആളുകളുമായി ബിസിനസ് ചെയ്യാൻ ആരും ആഗ്രഹിക്കുന്നില്ല. അവരുമായിട്ട് കൂട്ടുകൂടാൻ പോലും ആരും ആഗ്രഹിക്കില്ല. ആരെങ്കിലും സ്വന്തം സന്തോഷം നഷ്ടപ്പെടാൻ ആഗ്രഹിക്കുമോ? ഇല്ല. നിക്ഷേപത്തിൻ്റെ കാര്യത്തിലും ക്രോധം വില്ലനായി മാറാറുണ്ട്. വികാരത്തിൻ്റെ പുറത്ത് തീരുമാനങ്ങൾ എടുക്കുന്ന നിക്ഷേപകർക്ക് 30 മുതൽ 50% കൂടുതൽ നഷ്ടമുണ്ടാകുന്നുവെന്ന് യേൽ യൂണിവേഴ്സിറ്റിയുടെ സ്റ്റഡിയിൽ പറയുന്നുണ്ട്. ക്രോധം വന്നാൽ യുക്തിസഹമായി ചിന്തിക്കാൻ ആർക്കും കഴിയില്ലല്ലോ. ക്രോധമുള്ളവരെ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം നമുക്ക് ബോധ്യപ്പെടും. പലരും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലായിരിക്കും ആ ക്രോധിക്കുന്നവർ, യാതൊരു സംശയവും വേണ്ട. വീട്ടിൽ അത് വലിയ അശാന്തിക്ക് ഇടവരുത്തും എന്ന കാര്യത്തിലും തർക്കം വേണ്ട. ഇത് ദാമ്പത്യ കലഹങ്ങൾക്കും പിന്നീട് വിവാഹമോചനത്തിലേക്കും നയിക്കുന്നു. ഇനി ഈ വിവാഹമോചനത്തിൻ്റെ സ്ഥിതി എടുത്തു നോക്കിയാൽ, ഇന്ത്യയിൽ ശരാശരി വിവാഹമോചനത്തിന് 5 മുതൽ 10 ലക്ഷം രൂപ ചെലവാകുന്നുണ്ട്. അഭിഭാഷക ഫീസ്, കോടതി ചാർജുകൾ, സ്വത്ത് വിഭജനം, അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് മാനസികമായ സമ്മർദ്ദം, അങ്ങനെ പലതും. ഇത് മാത്രമല്ല, നമ്മുടെ കുട്ടികളുടെ മാനസിക ആരോഗ്യത്തെയും ക്രോധം ബാധിക്കും. അവരുടെ പഠനം തകരും, ഭാവി തകരും. 55% വിവാഹമോചനങ്ങൾക്ക് കാരണം ആവർത്തിച്ചുള്ള കലഹങ്ങളും ക്രോധം കൊണ്ടുള്ള പ്രകോപനവുമാണെന്ന് പഠനങ്ങളിൽ പറയുന്നുണ്ട്. ക്രോധം കേവലം വൈകാരികമായി മാത്രമല്ല നമ്മളെ ദരിദ്രരാക്കുന്നത്, സാമ്പത്തികമായി കൂടിയാണ്. ക്രോധം ആരോഗ്യത്തെ തകർക്കുന്നു. നിങ്ങൾക്കറിയാലോ, ഉയർന്ന രക്തസമ്മർദ്ദം ഉണ്ടാവും, ഹൃദ്രോഗം ഉണ്ടാകും,
പ്രമേഹമുണ്ടാവും, അൾസർ ഉണ്ടാവും. ഇതെല്ലാം ക്രോധവുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ്. ഇന്ത്യയിലെ ഹൃദ്രോഗ ചികിത്സയ്ക്ക് ശരാശരി ആലോചിക്കേണ്ട ഒരു കാര്യം 5 മുതൽ 15 ലക്ഷം രൂപ വരെ ചിലവാണ്. വർഷാവർഷം മരുന്നുകൾ, ഡോക്ടറെ പോയി കാണൽ, കൺസൾട്ടേഷൻ, ഇതെല്ലാം നിങ്ങളുടെ സമ്പാദ്യത്തെ തിന്നു തീർക്കുകയാണ് ചെയ്യുന്നത്. അതിനെല്ലാറ്റിനും ഉപരി രോഗം കാരണം ജോലി നഷ്ടപ്പെടാൻ ഇടയുണ്ട്, വരുമാന നഷ്ടം വന്നു ചേരും. അങ്ങനെ ഇതെല്ലാം കൂടി ഉണ്ടാകുന്ന സമയത്ത് നിങ്ങളുടെ അവസ്ഥയെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. ക്രോധം അക്ഷരാർത്ഥത്തിൽ നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് പണം കവർന്നെടുക്കുന്ന ഒരാളാണെന്ന് മനസ്സിലാക്കാൻ ഇത്രയും ഉദാഹരണങ്ങൾ മതിയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ കാരണങ്ങൾ കൊണ്ടെല്ലാം അഥർവവേദം പറയുന്ന ഒരു മന്ത്രമുണ്ട്. അഭിതിഷ്ഠാമി തേ മന്യും പാർഷ്ണ്യ പ്രഭതേന ച. അഭിതിഷ്ഠാമി തേ മന്യും പാർഷ്ണ്യ പ്രഭതേന ച. ക്രോധത്തെ കാൽപാദം കൊണ്ട് ചവിട്ടിത്താഴ്ത്തണം എന്നാണ് വേദമന്ത്രത്തിൻ്റെ അർത്ഥം. വേദം പറയും പോലെ എങ്ങനെ നമുക്ക് പ്രായോഗികമായി ക്രോധത്തെ അമർച്ച ചെയ്യാം എന്നുള്ളത് നാളത്തെ നമ്മുടെ ശുഭദിനത്തിൽ ചർച്ച ചെയ്യാം എന്ന് പറയുന്നു. എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു. ദേഷ്യമില്ലാത്ത, ക്രോധമില്ലാത്ത ഒരു ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം.